വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ എൻ്റെ യൂണിഫോമിൽ നിൽക്കുന്നതെന്ന്. എൻ്റെ ഒരു ബാഗ് പാക്കിംഗ് വീഡിയോ ആണിത്. എനിക്കറിയത്തില്ല, ടൈം ടേബിൾ അനുസരിച്ചാണ് എടുക്കുന്നത്. ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് നമ്മുടെ എക്സാം തീരും ഗൈസ്. നമുക്ക് ഫസ്റ്റ് പീരിയോഡിക് ടെസ്റ്റ് ഇന്നാണ് തീരുന്നത്. ട്യൂസ്ഡേ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഇന്ന് തീരും. അതിനുള്ള സന്തോഷത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം നമ്മളൊരു സിനിമക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്ക് പോകാം. ഫസ്റ്റ് തന്നെ ചെയ്യുന്ന പരിപാടി കർട്ടൻസ് ഒന്ന് തുറന്നിടും. തുറന്നിട്ടേക്ക് കുറച്ച് വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ചെറിയൊരു മാഗ്നറ്റിക് ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. ഇതൊരു മാഗ്നറ്റ് ടെക്സ്റ്റ് ഇല്ല, അതിന് പകരം ഇതൊരു കോപ്പിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. NCERT ടെക്സ്റ്റിൻ്റെ കോപ്പിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം വീണ്ടും മാറ്റി എന്ന് പറഞ്ഞ കേസ് പൂർണിമയാണ് എന്തൊരു ഇതാക്കി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ പഠിപ്പിച്ച ചാപ്റ്റർ ഇനി അടുത്ത കിട്ടിയില്ല. പ്രോബ്ലം ഇപ്രാവശ്യം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുള്ളൂ. നമ്മൾ ഇതെടുത്ത് വയ്ക്കുന്നത് ബോർഡ് നിർബന്ധമാണ്. നമുക്ക് ഇപ്രാവശ്യം ഇങ്ങനത്തെ ബോർഡ് തന്നെ യൂസ് ചെയ്യണം. 6th തൊട്ട് ഇങ്ങനത്തെ ബോർഡ് ആയിരിക്കണം. കാരണം എന്തോ ട്രാൻസ്പെറൻറ്റ് ബോർഡ് തന്നെ കണ്ടു പറഞ്ഞു. നമുക്ക് അടുത്തത് എടുക്കാം. ഇംഗ്ലീഷ് മലയാളം ടെക്സ്റ്റ് ഉണ്ട്. മലയാളം ടെക്സ്റ്റിൻ്റെ നോട്ട് ഇത്രയും നമുക്ക് അടുക്കി വെച്ചിട്ട് ബാക്കി കാണാം. സോ ഇതൊന്ന് എടുത്ത് വെക്കണം. നോട്ടും ടെക്സ്റ്റും എങ്ങനെയെങ്കിലൊക്കെ എടുത്ത് വെക്കണം. ഞാൻ ഇതേ വെക്കുന്ന കോലം നോക്കണേ. ഫസ്റ്റ് തന്നെ MS നോട്ട്, മോറൽ സയൻസ് നോട്ട്. അതിൻ്റെ പുറകിൽ മാത്സ് നോട്ട്, അതിൻ്റെ പുറകിൽ ഇംഗ്ലീഷ് നോട്ട്, എന്നിട്ട് മലയാളം. ഓർഡർ അനുസരിച്ച് എല്ലാം വെക്കുന്നത്. ഇത് കാണാൻ പറ്റും. ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബുക്കിൽ ബാഗിൽ ഇങ്ങനെ വെച്ചേക്കുമ്പോൾ നോക്കിയെടുത്താൽ മതി. അതൊരു ഗുണം തീർന്നു. അടുത്തേതാ മലയാളം. അതിന് പൊളിറ്റിക്സ് ആളുകൾ നമുക്ക് പൊളിറ്റിക്സ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പൊളിറ്റിക്സ് എടുക്കാം. 6th തൊട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യും. പൊളിറ്റിക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജിയോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്സ് ആണ് എടുത്തേക്കുന്നത്. നമുക്ക് പൊളിറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. ജിയോഗ്രഫി ആണ് ഇന്ന് എക്സാം. ഹിസ്റ്ററി പഠിപ്പിച്ചു, പക്ഷേ എക്സാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ നോട്ട് ഇതുവരെ തന്ന് തീർന്നിട്ടില്ല. അപ്പം പൊളിറ്റിക്സ് ടെക്സ്റ്റ് ഇപ്പോൾ പഠിപ്പിക്കുന്നു. പൊളിറ്റിക്സിൻ്റെ ടെക്സ്റ്റ് എടുത്തു. നോട്ട് എടുത്തിട്ട് എഴുതിയിട്ട് ഇവിടെ എന്തൊക്കെയോ പറ്റി നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത് ഹിന്ദി ആണോ? അല്ല, സയൻസ്. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് സയൻസ് ആണ്. ഞാൻ പിങ്ക് കളറിലാക്കി ഇട്ടേക്കുന്നത്. സയൻസും അതേപോലെ ഒരു പ്രിൻ്റ് അല്ല എടുത്ത് വെച്ചേക്കുന്നത്. സയൻസ് ടെക്സ്റ്റ് ഉണ്ട്. സയൻസ് നോട്ട്. ഇത് ചേച്ചിയുടെ വാങ്ങിച്ച സയൻസ് ടെക്സ്റ്റാണ്. പുതിയതല്ല, പഴയ സയൻസ് ടെക്സ്റ്റ് വെച്ചു, നോട്ട് വെച്ചു. അടുത്ത് വരുന്നത് കൗൺസിലിംഗ് ആണ്. അത് നമുക്കുള്ള ഇതാണ് ഹിന്ദി എടുത്തത്.
ടെക്സ്റ്റ് എടുത്ത് ബെഡും വെച്ചു നോട്ടും അതേമാതിരി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞു. ഇനി എല്ലാത്ത നോട്ട് കൊണ്ടെടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം അടുക്കി കോലം കണ്ടോ ഇരിക്കുന്നത് കാണിച്ചു ഇരിക്കുന്ന കോലം. ഇത് നമുക്ക് അടുക്കണം ഗൈസ്, നമുക്ക് അടുക്കാം. സോ ഫസ്റ്റ് ഞാൻ ബാഗ് എടുത്തു. എന്നിട്ട് ഈ പലക നിങ്ങൾ ആരെയും കാണുന്നുണ്ടോ? ഇത് ഞാൻ ഈ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി വെക്കുന്ന പലകയാണ്. ഒന്നിൽ അങ്ങനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ബെഡിൽ ടേബിൾ പോലെ യൂസ് ചെയ്യാനായിട്ടിടും, അല്ലെങ്കിൽ അച്ഛമ്മയുടെ പൂജാമുറിയിൽ യൂസ് ചെയ്യാനായിട്ടിടും. എങ്ങനെയൊക്കെ എടുത്താലും തന്നെ ക്ലീൻ ചെയ്യാം. ടെക്സ്റ്റൊക്കെ ഞാൻ ഇവിടെയാണ് കേട്ടോ വെക്കുന്നത്. എല്ലാ ടെക്സ്റ്റും ഇവിടെ വേണം വയ്ക്കാൻ. ഞാൻ അതിനൊക്കെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, അവിടെയൊക്കെ വയ്ക്കും. ഏതോ ഒരു നോട്ട് ഇടുന്നുണ്ട്, പക്ഷേ അത് സ്കൂൾ നോട്ടല്ല കേട്ടോ, നോട്ടായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടർ നോട്ട് എനിക്ക് സാധനം കിണാൻ അച്ഛൻ നല്ല ട്രേസ് ചെയ്യുന്ന സാധനം ട്രേസ് ചെയ്യുന്ന സാധനമാണ് പറഞ്ഞത് എനിക്കതിനകത്താണ് ശ്രദ്ധിപ്പില്ല. ഇതുപോലെ ഓർഗനൈസറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. സ്കെയിലിട്ടിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് ഇങ്ങനെ അത് ചൊറിഞ്ഞ് വീഴാതിരിക്കാൻ ചെയ്യും. എൻ്റെ ഹിന്ദി കോപ്പി ബുക്കാണ്. നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് നല്ല ആവുന്നത് കോപ്പി ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കൈയക്ഷരം പൗച്ചൊന്നും എടുത്ത് വെക്കണ്ടേ, പേനയൊന്നും വേണ്ടേന്ന്. ഈ പൗച്ചാണ് ഞാൻ കൊണ്ടുപോകണത്. എൻ്റെ വേറെ ഉണ്ട് കേട്ടോ പൗച്ച്. ഇവിടെ ഒരു പൗച്ചിൻ്റെ കളക്ഷൻ തന്നെ കേട്ടോ താഴെ ഇരിക്കുന്നത്. ഇത് ഒരെണ്ണം ഞാൻ എല്ലാം എടുത്ത് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ശരിയാവില്ല, ചുളുക്ക് വീഴും. ഇതൊരു ബോക്സ് ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു തോന്നുന്നു, അത് ഇന്നലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. ഇതൊരു ബോക്സാണ്. തുറന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ ഞാനിനി അടുത്ത വീഡിയോയിൽ കാണിക്കും. പോയി കുറച്ച് അടുത്ത് വരുന്ന ബോക്സാണ്. ട്രാൻസ്പെറൻ്റ് ആണ്, എക്സാമിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ആയിരിക്കും. പക്ഷേ ഞാനിന്ന് കൊണ്ടുപോകണില്ല, ഇന്ന് പിന്നെ ഒരു പെൻസിലൊരു വേനയൊക്കെ മതി, അതുകൊണ്ട് ഞാൻ കയ്യിലാണ് കൊണ്ടുപോകുന്നത്. പിങ്ക് ഞാൻ മേടിച്ചു, ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ പീച്ച് ഷെയ്ഡ് എന്ന് പറയാം. അടുത്തൊരു ക്യാറ്റിൻ്റെ ഫേവറേറ്റ് ആൻഡ് ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്. എനിക്ക് ഇതും യൂണിക്കോണാണ്, ഇത് രണ്ട് യൂണിക്കോണാണ്. ഇത് വയ്ക്കാം ഒന്നും കൂടി ഇല്ലേ. ഈ ബോക്സാണെന്ന് വിചാരിച്ച് മേടിച്ചതാണ്, അറിയാലോ നിങ്ങൾക്ക് സംഭവം. ശരിക്കും ഇത് ബോക്സൊന്നുമല്ല, മറ്റേ സാധനം കൊണ്ടുപോകണതാണ്. നമ്മൾ എങ്ങാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊടുന്നു വേണ്ടില്ല. പിന്നെ ഞാനിതൊക്കെ എങ്ങാനും പോകുമ്പോൾ യൂസ് ചെയ്യുന്നല്ലാണ്ട് വേറെ ഒന്നും വെക്കത്തില്ല. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ മറ്റേ സാധനങ്ങളൊക്കെയാണുള്ളത്. ചക്കത്തിൽ ഒക്കെ ഉണ്ട്. ആൻഡ് പിന്നെ കുറേ കണക്ടർ പെന്നും ബ്ലാക്ക് പെന്നോ ബ്രഷ് പെന്നോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട്. ഇതൊക്കെ ബ്രഷ് പെൻസ് ആട്ടോ പോയത്. ഇത് ബ്രാൻഡ് ലിറ്റിൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് മറ്റേ ഫാബർ കാസലിൻ്റെ കണക്ടർ പെൻസ് അതുണ്ട്. വേറെ ഒന്നും അങ്ങനെ ഇല്ല, ഞാനങ്ങനെ ഒന്നും എടുത്ത് വെക്കത്തില്ല. നമുക്ക് എല്ലാം എടുത്ത് തിരിച്ച് വയ്ക്കാം. കാരണം ഇത് ഇവിടെ അലങ്കോലാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല, കാരണം അമ്മ വഴക്ക് പറയും. സോ നമുക്ക് എല്ലാം തിരിച്ച് വയ്ക്കാം. പാവം
വേദനിച്ചിട്ടുണ്ടോ? ഇരിക്കുന്നതിനകത്തേക്ക് പൂലി പൂലി ഹൗസിന് എങ്ങനെയൊക്കെ ചുരുട്ടി വെച്ചാലും അതിരുന്നോളൂ. സോ ബാഗ് ഇതാണ്. സാധനം ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞ് വരപ്പിച്ച സാധനമാണ്. നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കാം. ഫേവറേറ്റ്. നമുക്ക് നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കാം. ഇതാണ് എൻ്റെ ബാഗ്. കൊണ്ടുപോകുന്നതാണ്. സീസണാണ് കേട്ടോ ബാഗിൻ്റെ ഇത് വരുന്നത്. നമുക്ക് ബാഗ് റെഡിയാക്കാം. ഇവിടെ ഇതുപോലൊരു കറങ്ങി വരുന്നുണ്ട്. ഫുൾ അഴുക്കാട്ടോ. കഴിഞ്ഞ വർഷത്തെ ബാഗാണ്, അതുകൊണ്ട് അഴുക്ക്. നമുക്ക് ഇനി എല്ലാ ബുക്സ് എടുത്തിട്ട് വരാം. എൻ്റെ മുന്നേ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ? ബുക്കൊക്കെ അടുക്കി വയ്ക്കാൻ വലിയ കഷ്ടപ്പാട് തന്നെയാണ്. സോ ഈ ഒരു അളവിൽ മാത്രമേ ഞാൻ ബുക്കും എല്ലാം വെക്കത്തുള്ളൂ. സോ ഫസ്റ്റ് നമുക്ക് നോട്ട് വയ്ക്കാം. നല്ല വെയിറ്റാട്ടോ വെക്കാം. വയ്ക്കാം. ഏത് സൈഡിലോട്ട് വയ്ക്കാം. അടുത്ത് നമുക്ക് ടെക്സ്റ്റും പിന്നെ ഫയലും ഒക്കെ എടുത്തിട്ട് മെയിനായിട്ട് വെയിറ്റ് കൂടുന്ന എൻ്റെ അമ്മച്ചി ഇതൊക്കെ തൂക്കിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് തന്നെയാണ്. സോ അച്ഛൻ വന്നിട്ട് പോയതാണ് എന്തോ യൂണിഫോം കാര്യങ്ങളൊക്കെ എടുക്കാൻ. സോ ബാക്കി വയ്ക്കാം. അയ്യോ ടെക്സ്റ്റ് നോട്ടൊക്കെ കൊണ്ടുപോയി എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? വണ്ണുള്ള ടെക്സ്റ്റ് നോട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര തിന്നായിട്ടുള്ള ടെക്സ്റ്റൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ എടുക്കാനുള്ള പ്ലാൻ എനിക്കില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുപോകും. ഫാനിടാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര വേർത്തും തോന്നുന്നു. ഉണ്ടാവില്ല. അയ്യോ മാത്തമാറ്റിക്സ് ആണ് കൂടുതലും ഇത് വരുന്നത്. നമ്മുടെ ഫയൽ വെച്ചിട്ടുണ്ട്. അമ്മയെ ഫയൽ ലേറ്റ് അറിയോ? ഈ കള്ളിയുള്ള കമ്പാർട്ട്മെൻറ്റിലെ കള്ളിയിലാണ് ഞാൻ ഈ ബോർഡൊക്കെ വെക്കുന്നത്. ആകുമ്പോഴത്തേക്കും എളുപ്പമുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വെക്കുമ്പോൾ ചീത്താവത്തില്ല. പിന്നെ പൗച്ചെടുത്തിട്ടുണ്ട്. പൗച്ചും തുറന്ന് വയ്ക്കാം. ഇവിടെ നമ്മൾ എന്ത് പേപ്പർ വെച്ചിരിക്കുന്നത് വിചാരിക്കും. അവിടെ ചെറുതായിട്ടൊന്ന് കീറി പോയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ ഒന്നും വരാണ്ടിരിക്കാനാണ് ഞാൻ പേപ്പർ വെച്ചിരിക്കുന്നത്. സോ നമുക്ക് വയ്ക്കാം. എല്ലാ സാധനവും വെച്ച് കഴിഞ്ഞു. ഇത് ഞാൻ ഇനി ഇങ്ങോട്ട്, അതായത് സ്റ്റഡി ടേബിൾ ഇങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് ഞാൻ പോയി ഫുഡ് കഴിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.